അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ മആരിഫ് സംഘടിപ്പിച്ചിട്ടുള്ള 2025 സെയിൻഗസ്റ്റിന്റെ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായിരുന്ന ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനപ്പാഠമാക്കിയ മുഹമ്മദ് അഫന്തി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ പ്രവശ്യകളാക്കി പല നാട്ടുരാജന്മാർക്കും വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിൽ സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹ്റ. മുഹമ്മദ് അഫന്തിയുമായി സുഹ്റയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചുകയായിരുന്നു. ഒരു ദിവസം മുഹമ്മദ് അഫന്തി നായാട്ടിനായി ദേഹത്തെ എണ്ണ തേച്ച് കൊട്ടാര മട്ടുപ്പാവരുടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യനായിരുന്ന മുഹമ്മദ് അഫന്തിയുടെ ആദരങ്ങളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓതി ഓതി ആലിമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മുഹമ്മദ് അഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും അല്ലാഹു ആണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കൈവതും പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലി പെരുമാറുന്ന ഇഷ്ടമില്ല. അവസാനം മുഹമ്മദ് അഫന്തി തന്റെ ഉടവാൾ പിടിച്ചൂരി പുലിക്കു നേരെ. പുലി ഇടതൂർ നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് പോയി. ഒപ്പം മുഹമ്മദ് അഫന്തി കുതിരപ്പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനുള്ളിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷമായി. ക്ഷീണം കാരണം മുഹമ്മദ് അഫന്തി പാറപ്പുറത്ത് ഉറങ്ങിപ്പോയി. അതേസമയം നമ്മുടെ സുഹ്റയുടെ കൊട്ടാരത്തിൽ ഒരു മോഷണം നടത്തിയിരിക്കുന്നു. സുഹ്റയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആരെവിടെ? 3 ദിവസത്തിനുള്ളിൽ കള്ളനെ നമ്മെ മുന്നിൽ ഹാജരാക്കുകയും. ഭടന്മാർ നാടാകെ തിരഞ്ഞു. പക്ഷെ കള്ളനെ കിട്ടിയില്ല. അവസാനം തല മുറിയുമെന്ന് ഭയന്ന് അവർ കാട്ടിലേക്ക് കാട് കയറുകയായി. ദൂരെ ഒരു സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാൾ ദേഹത്തെ എണ്ണ തേച്ച് പാറപ്പുറത്ത് സുഖമായി ഉറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മുഹമ്മദ് അഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ച് ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി. വേദനയുള്ള സമയത്ത് മധുരപൂർവം തടവറയിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മുഹമ്മദ് അഫന്തി. അതിൽ ഇഷ്ടപ്പെട്ട സുഹ്റ തന്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തന്റെ ഭാവി വരനറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഉസ്താദ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആലിമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മുഹമ്മദ് അഫന്തി ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോൾ അത് മുഹമ്മദ് അഫന്തിയാണെന്ന് മനസ്സിലായി. താൻ ചെയ്ത പാവത്തെ വണ്ണമോർത്ത് തൗബ ചെയ്യുകയായിരുന്നു മുഹമ്മദ് അഫന്തി. അന്ന് രാത്രി മുഹമ്മദ് അഫന്തി ഉറങ്ങുന്നതിനിടയിൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുന്നു. തന്റെ വിഷമങ്ങളെല്ലാം മുത്തുനബിയോട് പറഞ്ഞു. തന്റെ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു. കൂട്ടുകാരെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കഥ അവസാനിപ്പിക്കുന്നു. ശുഭം. അസ്സലാമു അലൈക്കും.